പാർവതി ദേവി ഒരിക്കൽ പതിയോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ ഭക്തൻ രാവണൻ കൈലാസത്തിലേക്ക് വരുന്നതിൽ നിന്ന് ദയവായി തടയുക. അല്ലാത്തപക്ഷം ഒരു ദിവസം ഞാൻ അവനെ തീയിൽ ദഹിപ്പിക്കും. അവൻ വരുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. അവൻ കൈലാസത്തിൽ പ്രവേശിക്കരുതെന്ന് ദയവായി വിശദീകരിക്കുക. താൻ നൽകിയ വരത്തെ ബഹുമാനിക്കാൻ പാർവതി രാവണനോട് ഒന്നും നേരിട്ട് പറയുകയില്ലെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. രാവണൻ നന്ദിയെ ശല്യപ്പെടുത്തുന്നത് കണ്ടാണ് ഭഗവാൻ ഒരിക്കൽ കൈലാസത്തിലേക്ക് എത്തിയത്. മഹാദേവനെ കണ്ട അവൻ നിശബ്ദമായി എഴുന്നേറ്റു. പരമശിവനെ കണ്ടയുടൻ കൈ കൂപ്പി വണങ്ങി. പ്രണാമം മഹാദേവ് എന്ന് അഭിസംബോധന ചെയ്തു വണങ്ങി നിന്നു. മഹാദേവൻ രാവണനെ ചേർത്ത് പിടിച്ചു. മഹാദേവൻ അവനോട് വിശദീകരിച്ചു, നീ ഇവിടെ വരുന്നത് പാർവതിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഭഗവാനെ, എപ്പോൾ വേണമെങ്കിലും അങ്ങയെ കാണാൻ കൈലാസ് പർവ്വതത്തിൽ വരാനുള്ള അനുഗ്രഹം അങ്ങ് തന്നെ തന്നു. ഇപ്പോൾ ആ അനുഗ്രഹം തിരിച്ചെടുക്കുകയാണ്. അത് അങ്ങനെയല്ല രാവണൻ. എന്നാൽ നിന്റെ പ്രവർത്തനങ്ങൾ പാർവതിയെ അസ്വസ്ഥയാക്കുന്നു. എന്നെങ്കിലും ദേവി നിന്നെ ശപിച്ചാൽ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മഹാദേവ, അങ്ങയുടെ അനുഗ്രഹം തെറ്റിപ്പോയി. ഇന്ന് ഞാൻ നിനക്ക് മറ്റൊരു അനുഗ്രഹം നൽകുന്നു. നീ എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ തന്നെ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഒരു കാരണവശാലും കൈലാസ് പർവ്വതത്തിലേക്ക് വരരുത്. ഇപ്പോൾ നീ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. പാർവതിക്ക് നിന്നോട് വലിയ ദേഷ്യമാണ്. കാലം കുറെ കഴിഞ്ഞു. ഹനുമാൻജി രാവണന്റെ സുവർണ നഗരമായ ലങ്കയെ ചാരമാക്കി. രാവണൻ ഹനുമാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹനുമാന് ഇത്രയധികം ശക്തി എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആശങ്കാകുലനാകുന്നു. അസ്വസ്ഥനായ അദ്ദേഹം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്നു ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ശിവന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായി ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. രാവണൻ മതിമറന്ന് ഭഗവാന്റെ കാൽക്കൽ വീഴുന്നു. പറയൂ ദശാനൻ, സുഖമാണോ? ശിവ് ജി ചോദിക്കുന്നു. അങ്ങ് സർവജ്ഞനായ മഹാദേവനാണ്. അങ്ങ് എല്ലാം അറിയുന്നു. ഒരു കുരങ്ങൻ എന്റെ ലങ്കയും എന്റെ അഭിമാനവും ചുട്ടുചാരമാക്കി. ഈ കുരങ്ങൻ ആരാണെന്ന് എനിക്ക് അറിയണം. അവന്റെ പേര് ഹനുമാൻ. അവന്റെ വാൽ കൂടുതൽ ശക്തനായിരുന്നു. എത്ര അനായാസമാണ് അവൻ എന്റെ ലങ്കയെ ചുട്ടുകരിച്ചത്. ഈ ഹനുമാൻ ആരാണെന്ന് പറയൂ ഭഗവാൻ. ചിരിച്ചുകൊണ്ട് ശിവ് ജി രാവണനോട് പറയുന്നു, ഈ ഹനുമാൻ മറ്റാരുമല്ല, എന്റെ രുദ്രാവതാരമാണ്. വിഷ്ണു ഭൂമിയിൽ അവതാരമെടുക്കുമെന്നും അമ്മ ലക്ഷ്മിയും അദ്ദേഹത്തോടൊപ്പം അവതാരമെടുക്കുമെന്നും തീരുമാനിച്ചപ്പോൾ രാമന്റെ ദൈവിക പ്രവൃത്തികൾക്ക് സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിച്ചു. പിന്നെ എന്റെ തീരുമാനം പാർവതിയോട് പറഞ്ഞപ്പോൾ ദേവിയും എന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് വാശിപിടിച്ചു. പക്ഷേ ദേവിയെ എങ്ങനെ ഈ ലീലയിൽ പങ്കാളിയാക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാ ദേവന്മാരും ചേർന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഒരു കുരങ്ങനാകുകയും ശക്തിയുടെ രൂപമായ പാർവതി ദേവി അങ്ങയുടെ വാലിന്റെ രൂപത്തിൽ നിലകൊള്ളുകയും ചെയ്യട്ടെ. അപ്പോൾ മാത്രമേ നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ. അതനുസരിച്ച് ഞാൻ ഹനുമാനായി ജനിച്ച് ഭഗവാൻ ശ്രീരാമനെ സേവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. വാലിന്റെ രൂപത്തിൽ ശക്തിരൂപിണിയാണ് നിന്റെ ലങ്ക നശിപ്പിച്ചത്.